നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഫെബ്രുവരി 5 ബുധനാഴ്ച ഇസ്താംബൂളിൽ ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടെ ഒരു വിമാനം റൺവേയിൽ നിന്ന് തെന്നിമാറി വയലിലിടിച്ച് കഷ്ണങ്ങളായി തകരുകയുണ്ടായി. ഇതേ തുടർന്ന് വിമാനത്തിലുണ്ടായിരുന്ന 52 യാത്രക്കാർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകൾ ലഭ്യമാണ്. അതോടൊപ്പം തന്നെ കഷ്ണങ്ങളായി തകർന്ന വിമാനത്തിലെ വിള്ളലുകളിലൂടെയാണ് ഇത്തരത്തിൽ പരിക്കേറ്റ യാത്രക്കാരെ ഒഴിപ്പിച്ചതെന്നും അധികൃതർ വ്യക്തമാക്കി. ഇതേ തുടർന്ന് വിമാനം തെന്നിമാറുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ലഭ്യമാകുന്ന ടെലിവിഷൻ ഫുട്ടേജുകൾ പ്രകാരം വിമാനത്തിന് ഗുരുതരമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. ഇസ്താംബൂളിലെ സാബിഹ ഗോസെൻ വിമാനത്താവളത്തിലാണ് ഇത്തരത്തിൽ ഫ്യൂസേജ് 3 കഷ്ണങ്ങളായി തകർന്ന് വിമാനം അപകടത്തിൽ ഏർപ്പെട്ടത്. ഇതേ തുടർന്ന് കുറഞ്ഞ നിരക്കിൽ വിമാന കമ്പനിയായ പെഗാസസിന്റെ വിമാനം ഇസ്മീർ നഗരത്തിൽ നിന്ന് എത്തിയതായി NDTV ടെലിവിഷനും റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. സ്കീഡിങ്ങിന് ശേഷം തീപിടിച്ചതായി NDTV പറഞ്ഞെങ്കിലും തീ അതിവേഗം തന്നെ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചതും അധികൃതരുടെ നേട്ടമായി കരുതുകയാണ്. ഇതേ തുടർന്ന് കൂടുതൽ പരിക്കുകളൊന്നും ഏറ്റിട്ടുമില്ല. ഇതിനെ തുടർന്ന് വിമാനത്താവളം അടച്ചുപൂട്ടി വിമാനങ്ങൾ ഇസ്താംബൂളിലെ പ്രധാന വിമാനത്താവളത്തിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു ചെയ്തത്. അപകടത്തിൽ 52 പേർക്ക് പരിക്കേൽക്കുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തതായി ഇസ്താംബൂൾ ഗവർണർ അലി യെർലിക്കായ പറഞ്ഞു. 6 ക്രൂ അംഗങ്ങളടക്കം 177 പേരെ വിമാനം കയറ്റിയിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിക്കുകയും ചെയ്തു. തത്സമയ ടെലിവിഷൻ ഫുട്ടേജുകളിൽ ഡസൻ കണക്കിന് റെസ്ക്യൂ അംഗങ്ങൾ ഫ്യൂസ്ലേജിന് ചുറ്റും പ്രവർത്തിച്ചു വരികയാണ്. ഇതോടൊപ്പം തന്നെ ഇവർ കോക്പിറ്റിന് ചുറ്റും ഉൾപ്പെടെ പ്രവർത്തിച്ചു വരികയും ചെയ്യുന്നു. ഇവയെ പരിക്കൻ ലാൻഡിംഗ് എന്ന് വിളിക്കാമെങ്കിലും മരണമൊന്നും സംഭവിച്ചിട്ടില്ലെന്നും ഗതാഗത മന്ത്രാലയം അറിയിക്കുകയുണ്ടായി. ഞങ്ങൾക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം ഒരു പരിക്കൻ ലാൻഡിംഗ് ഉണ്ടായ ശേഷം വിമാനം തകരുകയാണ് ഉണ്ടായത്. റൺവേയിൽ അവസാനം എത്തിപ്പെട്ട വിമാനം വയലിൽ ഇടിച്ച് അപകടം സംഭവിച്ചു എന്നും അധികൃതർ പറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ പൈലറ്റുമാരായ അധികാരികൾ ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഫ്ലൈറ്റ് ട്രാക്കിംഗ് വെബ്സൈറ്റായ ഫ്ലൈറ്റ് റഡാർ 24 അനുസരിച്ച് ബോയിങ് 737 എന്ന വിമാനമാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇതേ വിമാനത്താവളത്തിലെ ഇസ്താംബൂളിലെ റൺവേയിൽ നിന്ന് മറ്റൊരു പെഗാസസ് വിമാനം തെന്നിമാറി ഒരു മാസത്തിന് ശേഷമാണ് ഇത്തരം അപകടം വീണ്ടും നടന്നത്. ജനുവരി 7 നടന്ന സംഭവത്തിൽ മരണങ്ങളോ പരിക്കുകളോ സംഭവിച്ചിട്ടില്ല. കഷ്ണങ്ങൾ വലിയ തോതിൽ നിലനിൽക്കുമ്പോൾ ഒരു ഫ്യൂസേജ് തുറക്കുന്നത് അപൂർവം തന്നെയാണ്. മുകളിലുള്ള ക്യാബിനിലെ യാത്രക്കാർക്ക് അതിജീവിക്കാനുള്ള സാധ്യത മെച്ചപ്പെടുത്തുന്നതിനായി ഫ്യൂസേജിലെ അടിഭാഗത്തുള്ള ഇമ്പാക്ട് ഫോഴ്സുകളെ ആഗിരണം ചെയ്യുന്നതിനാണ് വിമാനങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് തന്നെ. 2013 സാൻ ഫ്രാൻസിസ്കോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കുള്ള യാത്രക്കിടെ ജെറ്റ് ഒരു കടൽ തീരത്ത് തട്ടി ഏഷ്യാന എയർലൈൻസ് ബോയിങ് 777 വാൽ പൊട്ടുകയുണ്ടായി. US അപകട റിപ്പോർട്ടിൽ 3 പേർ മരിക്കുകയുണ്ടായി. 49 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. കൂടുതൽ പേർക്ക് നിസ്സാര പരിക്കേറ്റു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.